ആർക്കായാലും ഒരു ന്യായം പറയാൻ കാണും. അതൊന്നല്ല. ഭാര്യ ഭർത്താക്കന്മാർ സത്യസന്ധമായിട്ട് സ്നേഹിച്ച് ജീവിച്ച് കഴിഞ്ഞാൽ, സത്യസന്ധമായിട്ട് സ്നേഹിച്ച് ജീവിച്ച് കഴിഞ്ഞാൽ അവർ പിരിയത്തില്ല. അവർക്കും ഭർത്താവ് തെറ്റ് ചെയ്താൽ ഭാര്യയെ ക്ഷമിക്കും, ഭാര്യ തെറ്റ് ചെയ്താൽ ഭർത്താവ് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാവും. പക്ഷേ അവരെ തമ്മിൽ സത്യസന്ധമായിട്ട് ജീവിക്കണം. മറ്റുള്ളവരെ പറ്റിക്കും കണക്ക് സ്വന്തം ഭാര്യയും ഭർത്താവും പറ്റിച്ചു കളയരുത്. അവരെ ചെറുതായി കാണുന്നത്, ഭാര്യയായാലും ഭർത്താക്കായാലും മറ്റുള്ളവരെ ചെറുതായി കാണുന്നത്. കാരണം രണ്ടുപേരും ഒരേ തുല്യ അളവാണ്. ഹൃദയം ഒന്നായിരിക്കണം, ശരീരം രണ്ടാണെങ്കിലും ഹൃദയം ഒന്നായിരുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത്. അതാണ് ഈ പഴയ ആൾക്കാർക്ക് ഇന്നും അച്ഛനപ്പൂപ്പന്മാർ എത്രയും രണ്ടുപേർ എത്ര ഐക്യമായി ജീവിക്കുന്നു. എന്നാൽ നമ്മളെ കാലത്ത് അതില്ലാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാം? നമുക്ക് സത്യസന്ധതയില്ലാത്തതുകൊണ്ടാണ്. ഇന്നത്തെ കാലത്ത് സത്യസന്ധമായിട്ട് മിക്കവാറും ജീവിക്കാൻ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഒരു കള്ളത്തരം കാണും. അവിടെയാണ് നമ്മൾക്ക് പരാജയം. കുടുംബത്തിൽ ഒരു കാരണവശാലും കള്ളത്തരം ചെയ്യരുത്, കള്ളത്തനമായിട്ട് ജീവിക്കാൻ നോക്കരുത്. നമ്മൾ തെറ്റ് ചെയ്താൽ തെറ്റിന് തന്നെ സമ്മതിക്കണം, ശരി ചെയ്താൽ ശരിയെന്ന് നമ്മൾ പറഞ്ഞാൽ മതി. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരിക്കലും കള്ളത്തനം ഇല്ലാതെ ഇരുന്നാൽ നമ്മുടെ ജീവിതം ഒരിക്കലും മുറിഞ്ഞു പോകില്ല. അതുകൊണ്ട് രണ്ടാമത് രണ്ടുപേരും ഒരുപോലെ ഇരിക്കണം. ഒരാൾ മാത്രം സത്യസന്ധത കാണിച്ചിട്ട് കാര്യമില്ല, ആ കുടുംബം മുന്നോട്ട് പോകത്തില്ല. കാരണം അതാണ് സത്യം. എന്നാൽ ഈ സത്യസന്ധത കാണിക്കുന്നവർ എന്ത് ചെയ്യണം? നമുക്ക് വരുന്നത് സീറ്റിക്കാനും